ശതമാനം തിരുവനന്തപുരത്തും കാര്യമായി കുറഞ്ഞിരിക്കുന്നു. നമുക്ക് മിഥുൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തെ ഡേറ്റകളുമായി. മിഥുനോട് ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ. മിഥുൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം ശശി തരൂരിന് വലിയ മുൻതൂക്കം ലഭിച്ചു. അതിപ്പോൾ തുടർച്ചയായി ശശി തരൂർ അവിടെ നിന്ന് വിജയിച്ച് കയറുന്നു. അങ്ങനെ വിശ്വപൗരൻ വീണ്ടും ജനവിധി തേടുന്ന മണ്ഡലമാണ്. അവിടേക്ക് കേന്ദ്രമന്ത്രി ഇറക്കിക്കൊണ്ടാണ് BJP മത്സരം മുറുക്കിയത്. അതേസമയം പന്ന്യൻ രവീന്ദ്രൻ അവിടെ സുപരിചിതനായിട്ടുള്ള, നേരത്തെയും വിജയിച്ച് കയറിയിട്ടുള്ള പന്ന്യൻ മത്സരത്തിനെത്തുന്നു. തിരുവനന്തപുരം എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒന്നാണ്. പക്ഷേ ഇതാ നോക്കൂ, വോട്ടിംഗ് ശതമാനം ഈ ഘട്ടത്തിൽ നമുക്ക് ഇതൊരു ഫൈനൽ അല്ല, അത് ഉറപ്പിച്ച് പറയാമെങ്കിൽ പോലും ഇനി കാര്യമായ വലിയ മാറ്റങ്ങളൊന്നും ഈ വോട്ടിംഗ് ശതമാനത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്? അതിപ്പോൾ ഏത് മേഖലയിൽ എന്ന് നമുക്ക് ഷാർപ്പായി പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും തീർച്ചയായും, അതായത് നമുക്കറിയാം കഴിഞ്ഞ തവണ 73.45% തിരുവനന്തപുരത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇന്ന് രാവിലത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ വിചാരിച്ചത് ഒരു പക്ഷേ 73 മുകളിലേക്ക് ഒരു പക്ഷേ വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന് കരുതിയെങ്കിൽ പോലും തന്നെ അത് കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് രാവിലെ തന്നെ ചൂട് കൂടുന്നതിന് മുമ്പ് തന്നെ ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതെന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ രാവിലെ ഉള്ള ആ ട്രെൻഡ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതായത് തീരദേശ മേഖല, അതായത് ഈ മൂന്ന് മുന്നണികളും പ്രധാനപ്പെട്ട ത്രികോണ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം. അങ്ങനെയുള്ള മണ്ഡലത്തിൽ ഈ മൂന്ന് മുന്നണികളും പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പ്രദേശം കൂടിയാണ് തീരദേശ മേഖല. ഇവിടെ നിന്നാണ് നമുക്കറിയാം 2019 അല്ലെങ്കിൽ 2014 2014 കൃത്യമായി പറഞ്ഞാൽ മറ്റ് 4 നിയോജക മണ്ഡലത്തിലും NDA കാര്യമായി തന്നെ ഭൂരിപക്ഷം നേടിയിരിക്കെ ശശി തരൂരിന് മേൽക്കൈ നേടിക്കൊടുത്ത പ്രധാനപ്പെട്ട ഇടം ഈ പറയുന്ന തീരദേശ മേഖല തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് മുന്നണികളും പ്രധാനമായും തീരദേശ മേഖല കേന്ദ്രീകരിച്ച് വലിയ ശക്തമായ പ്രചരണം ആരംഭിക്കുകയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾ നിരവധി തവണ അവിടെ വാഹന പ്രചാരണവുമായി പോകുന്നത് കണ്ടു. ഒപ്പം തന്നെ പ്രചരണം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ഈ ഒരു രാവിലെ ഉണ്ടായ ട്രെൻഡ് തീരദേശ മേഖലയിൽ കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുകയും കൂട്ടത്തോടെ ആളുകൾ വന്ന് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ നേരിട്ട് കണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് വണ്ടിയിൽ ആളുകളെ കൊണ്ടിറക്കുന്ന ഒരു സ്ഥിതിവിശേഷം തീരദേശ മേഖലയിൽ ഉണ്ടായിരുന്നു. പല പോളിംഗ് ബൂത്തുകളിലേക്കും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം പ്രധാനമായും ഉയരുകയും ചെയ്യും. പക്ഷേ വൈകിട്ട് നമ്മൾ അവിടെ നിന്ന് ലൈവ് നൽകിയപ്പോൾ ഇക്കാര്യത്തിൽ തീരദേശ മേഖലയാണ് തരൂരിനെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമായി വന്നിട്ടുള്ള മണ്ഡലങ്ങൾ. മറ്റ് 4 ഇടങ്ങളിലും BJP സ്ഥാനാർത്ഥി ലീഡ് എടുക്കുമ്പോൾ പോലും തരൂരിനെ ജയത്തിലേക്ക് കൊണ്ടുപോയ മണ്ഡലങ്ങൾ. അവിടെ പോൾ ചെയ്യേണ്ട വോട്ട് പോൾ ചെയ്തിട്ടുണ്ടോ? UDFനെ സംബന്ധിച്ച് അങ്ങനെ ആശ്വസിക്കാൻ കഴിയുമോ? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോഴും UDF നേതൃത്വം വെച്ചു പുലർത്തുന്ന ഒരു കാര്യം. അതായത് മറ്റെവിടെയും 2014 കണക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. അന്ന് നമുക്കറിയാം വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല അടക്കമുള്ള 4 നിയോജക മണ്ഡലത്തിലും കൃത്യമായി തന്നെ ആധിപത്യം സൃഷ്ടിക്കാൻ അന്ന് NDAക്ക് സാധിച്ചിരുന്നു. അന്ന് രാജഗോപാൽ ആയിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ പിന്നീട് ഈ 3 മേഖലകളിലേക്ക്, അതായത് കോവളം, നെയ്യാറ്റിൻകര അടക്കമുള്ള നിയോജക മണ്ഡലത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടാൻ നേതൃത്വത്തിന് സാധിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് വിജയം ശശി തരൂരിലേക്ക് നിലനിർത്താൻ സാധിക്കുകയും ചെയ്തു. ആദ്യമായി വിശ്വപൂരിന് വിജയിച്ച് കയറാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും UDF നേതൃത്വം വെച്ചു പുലർത്തുന്നത് തീരദേശ മേഖല തങ്ങളെ കൈവിടില്ല. എന്തായാലും നമുക്കൊപ്പം VR കാർത്തിക് കൂടി ചേരുന്നുണ്ട്. കാർത്തിക്, ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്ത് പോലും കാർത്തിക് നിന്ന ബൂത്തുകളിൽ വലിയ നിരയുണ്ടായിരുന്നു. പക്ഷേ കിരൺ, എനിക്ക് തോന്നുന്നു അതൊരു വോട്ട് ശതമാനത്തിന്റെ വർധനമായിരുന്നില്ല. ഇപ്പോൾ പല ബൂത്തുകളിൽ നിന്നും ചൂട് എന്നത് ഒരു ഘടകം. രണ്ടാമതായി തെരഞ്ഞെടുപ്പ് ഈ പോളിംഗ് നടന്നത് എല്ലാ ബൂത്തുകളിലും തന്നെ സാധാരണയുള്ള ഒരു വേഗത ഉണ്ടായില്ല എന്ന് പൊതുവെ ഒരു പരാതി ഉയർന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറങ്ങിയാൽ തന്നെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ലേ? പണ്ടത്തെ പോലെ പ്രചാരണം ജനങ്ങളെ ഹരം പിടിപ്പിക്കുന്ന തരത്തിലേക്കൊന്നും ഈ ത്രികോണ മത്സരം അല്ലെങ്കിൽ ശക്തമായ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ അല്ലാണ്ട് പോയിട്ടില്ല എന്നൊരു തിരുവനന്തപുരത്തിനായിരുന്നല്ലോ പ്രത്യേകത ഉണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ആ തരത്തിലേക്ക് പോളിംഗ് തീരദേശ മണ്ഡലങ്ങൾ അടക്കം ഉയരാൻ കാരണം 2014 ഈ തീരദേശ മണ്ഡലങ്ങളിൽ അങ്ങനെ പോളിംഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ രാജഗോപാൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 15,000 വോട്ടിന്റെ ഡിഫറൻസിൽ മാത്രമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവരുത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാരണവശാലും BJPയുടെ കാൻഡിഡേറ്റ് ജയിക്കരുത്. ആ ഒരു വാശിയോടുകൂടിയാണ് കഴിഞ്ഞ തവണ ഈ 3 തീരദേശ മണ്ഡലങ്ങളും ആ തരത്തിലേക്ക് വോട്ട് ചെയ്തു. കഴിഞ്ഞ തവണ നേമത്ത് മാത്രമാണ് BJPക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത്. ബാക്കി 6 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടിയത് ശശി തരൂർ തന്നെയാണ്. ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഈ BJP വളരെ ശ്രദ്ധിച്ചാണ്. BJP തീരദേശ പ്രദേശത്ത് എല്ലാ വാഹന പ്രചരണം നടത്തുകയാണെങ്കിലും
അവിടെ പ്രകടനം നടത്തുകയാണെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമായിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ ബൈക്ക് റാലി നടത്തുമ്പോൾ 100, 200, 300, 400 ബൈക്കുകളൊക്കെ ഇവിടെ 1 കിലോമീറ്റർ നീളുന്ന വലിയ റാലികളും ഒക്കെ നടത്തുമ്പോൾ തീരദേശ മണ്ഡലങ്ങളിലെല്ലാം വളരെ കുറച്ച് ആളുകൾ വെച്ചിട്ട് ഒരു കാരണവശാലും BJP ജയിക്കാൻ പോകുന്നു എന്നൊരു ഫീല് തീരദേശ മേഖലയിൽ ഉണ്ടാവരുത്. 3 മണ്ഡലങ്ങൾ പ്രധാനമാണ്. പക്ഷേ തീരദേശ മേഖലയെ അവർ വളരെ പ്രത്യേകതയോടുകൂടി പരിഗണിച്ചു എന്നൊരു കാര്യം പരിഗണിച്ച് അങ്ങനെയാണ് അവരെ പരമാവധി അടുപ്പിക്കാവുന്നവരെ അടുപ്പിക്കുക. ശശി തരൂരിൽ നിന്ന് പരമാവധി വോട്ട് മാറ്റുക. അതിനി 2 വോട്ട് സ്പ്ലിറ്റ് ചെയ്തെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ അവിടെ ഒരു കാരണവശാലും പ്രകോപനം ഉണ്ടാക്കി അവരുടെ വോട്ട് ഒരു സ്ഥാനാർത്ഥിയില്ല ശശി തരൂരിലേക്കോ പന്ന്യൻ രവീന്ദ്രനിലേക്കോ ക്രോഡീകരിക്കുന്ന അവസ്ഥ. അപ്പോൾ പോലും സഭാ നേതൃത്വങ്ങൾ കൃത്യമായ നിലപാടും സന്ദേശവും ഇക്കാര്യത്തിൽ അവരുടെ വോട്ടർമാർക്ക് നൽകിയിട്ടുണ്ട് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും തീരമേഖലയിൽ ചോർച്ച ഉണ്ടായിട്ടില്ല. ഒപ്പം കാർത്തികാണ് ചേരുന്നത്. ഈ തീരദേശ മേഖലയിൽ നമ്മൾ ഈ സഭാ നേതൃത്വം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും ഈ സഭാ നേതൃത്വം പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണ മനുഷ്യർക്ക് ഫീൽ ചെയ്യുകയാണ്. 2019 അവർക്ക് ഫീൽ ചെയ്തു. 2014 ഞങ്ങൾ വോട്ട് ചെയ്തില്ല, എന്റെ വോട്ട് പോയാൽ പോലും ചിലപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയതിനൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് അതേ ആവേശത്തിൽ ഇത്തവണ ആ ഒരു ആവേശത്തിന്റെ തോന്നലുള്ള കാരണങ്ങൾ അവരുടെ മുന്നിലില്ല. BJPയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ജയിക്കുന്ന ഒരു ഫീൽ അവർ ഒരിക്കലും തീരദേശ മേഖലയിൽ ഇവിടെയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അത് ഒരു പരിധി വരെ ആ തന്ത്രം വിജയിച്ചു. BJP ആണ് ഞങ്ങളുടെ എതിരാളി എന്ന് തുറന്നു പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. നേതാക്കൾ പറയുന്നതും ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടേതായി വന്ന കുറെ സംഭാവനകൾ ഉണ്ട്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനും പ്രതികരിക്കാനും ഒക്കെ നമുക്ക് അതിലേക്ക് വിശദമായി വരാം. എന്തായാലും കാർത്തികിനെ അത്യാവശ്യമായി അവിടെ നിന്ന് നമുക്ക് ഡേറ്റകൾ എടുക്കേണ്ടതുണ്ട്. കാർത്തിക് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആണ്. ആ മണ്ഡലത്തിലെ വോട്ട് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. ആറ്റിങ്ങലിൽ ഒരു ഘട്ടത്തിൽ അതിശക്തമായ പോളിംഗ് ആയിരുന്നു നടന്നത്. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 70% എത്തിയിട്ടില്ല. 69.39 എത്തി നിൽക്കുന്നു ആറ്റിങ്ങൽ മണ്ഡലം. ആറ്റിങ്ങലിൽ നിന്ന് കാർത്തിക് അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടക്കുന്നു. അതായത് കേന്ദ്രമന്ത്രി വി മുരളീധരനെ അടക്കം കളത്തിലിറക്കി. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ 2,40,000-ലധികം വോട്ട് നേടിയിരുന്നു. ആ വോട്ടെങ്കിലും ഉറപ്പിക്കുക എന്നത് BJPയുടെ ആവശ്യമാണ്. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് CPIഎമ്മിന്റെ ആവശ്യമാണ്. നിലനിർത്തുക എന്നത് അടൂർ പ്രകാശിന്റെ ആവശ്യമാണ്. അപ്പോൾ ഈ ഇരട്ട വോട്ട് വാദമടക്കം ഏറ്റവും ശക്തമായിരുന്ന പ്രദേശമായിരുന്നല്ലോ ആറ്റിങ്ങൽ. ആറ്റിങ്ങലിലും ഇത്തവണ 2019 താരതമ്യം ചെയ്യുമ്പോൾ വോട്ട് ശതമാനത്തിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അത് ഏത് മേഖലയാണ് ഇത്തരത്തിൽ വോട്ട് കുറവുണ്ടായിട്ടുള്ളത് എന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 69.36% പോളിംഗ്. ഈ ഉയർന്ന പോളിംഗ് ശതമാനം 70%-ഓടടുത്ത പോളിംഗ് തന്നെയാണ് മുന്നണികളുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനവും അതോടൊപ്പം തന്നെ അവരുടെ കണക്കുകൂട്ടലുകളിൽ ചില ആശങ്കകൾ ഉളവാക്കുന്നതും. ഏതായാലും ശക്തമായ ത്രികോണ മത്സരമാണ് ആറ്റിങ്ങലിൽ നടന്നത്. ഏറ്റവും ഒടുവിൽ പോളിംഗിന്റെ അവസാന മിനിറ്റുകളിലും ഈ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ആറ്റിങ്ങലിൽ ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. ആര് ജയിച്ചാലും വലിയൊരു മാർജിൻ ഉണ്ടാകില്ല. അതായത് നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമായിരിക്കും വിജയം എന്നാണ് മുന്നണികൾ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. പ്രാഥമികമായും നിയോജക മണ്ഡല അടിസ്ഥാനത്തിലാണ് മുന്നണികൾ ഇപ്പോൾ അവരുടെ പ്രാഥമിക കണക്കുകൂട്ടലുകളിലേക്ക് എത്തുന്നത്. അതിൽ CPM ഒരു അഭിമാന പോരാട്ടമായാണ് ആറ്റിങ്ങൽ കണ്ടത്. CPMന്റെ ജില്ലാ സെക്രട്ടറി വി ജോയെ തന്നെ രംഗത്തിറക്കി. വളരെ മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സംഘടനാ സംവിധാനത്തിന്റെ ഭൂരിഭാഗവും തിരുവനന്തപുരം ജില്ലയുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭൂരിഭാഗവും ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മുന്നേ തന്നെ തുടങ്ങിയിരുന്നു. ഇതിന്റെ എല്ലാം ഒരു പ്രതിഫലനം ഈ പോളിംഗിൽ ഉണ്ടായി എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ആറ്റിങ്ങൽ, വർക്കല, ചിറയൻകീഴ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ മെച്ചപ്പെട്ട പോളിംഗ് ഉണ്ട്. പാർട്ടി വോട്ടുകൾ എല്ലാം ഉറപ്പാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ 3 മണ്ഡലങ്ങളിൽ വലിയ മേൽക്കൈ ഉണ്ടാകും എന്ന് അവർ കണക്കുകൂട്ടുന്നു. നെടുമങ്ങാട്, വാമനപുരം മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ UDFനോട് ഒപ്പം തന്നെയോ UDFന് മുകളിലേക്കോ എത്താം എന്നും അവർ പ്രതീക്ഷ വച്ചു പുലർത്തുന്നു. എന്നാൽ കാട്ടാക്കട, അരുവിക്കര മണ്ഡലങ്ങളാണ് LDFന്റെ കണക്കുകൂട്ടലുകളിൽ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്നത്. കാട്ടാക്കടയിലും അരുവിക്കരയിലും 60%-ലധികമാണ് പോളിംഗ്. സ്വാഭാവികമായും അവിടെ ഒരു മേൽക്കൈ UDFന് ഉണ്ടാകുമോ എന്ന് LDFന്റെ ചില കേന്ദ്രങ്ങളെങ്കിലും സംശയിക്കുന്നുമുണ്ട്. ഏതായാലും UDF ക്യാമ്പും സമാനമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാട്ടാക്കടയിലും അരുവിക്കരയിലും അവർ വലിയ ലീഡ് നേടും എന്ന് കണക്കുകൂട്ടുന്നു. സിറ്റിംഗ് MP എന്ന നിലയിൽ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് അടൂർ പ്രകാശും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളും ഏറ്റവും ഒടുവിലും പങ്കുവയ്ക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരുന്നു ആറ്റിങ്ങലിലേത്. നമുക്കറിയാം, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ 2,47,000 വോട്ടാണ് ആറ്റിങ്ങലിൽ പിടിച്ചത്. അത് നിലനിർത്തുക എന്നതായിരുന്നു വി മുരളീധരന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ അനൌദ്യോഗികമായ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരുന്നു. അദ്ദേഹം ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ മുമ്പേ തന്നെ തുടങ്ങിയിരുന്നു. അതിന്റെ ഒരു റിസൾട്ട് ഈ
തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നവർ കണക്ക് കൂട്ടുന്നു. അതായത് ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ മറികടക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വോട്ട് ശതമാനത്തിൽ 5 മുതൽ 10% വരെ ഒരു ഉയർച്ച, ഒരു മേൽക്കൈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഉണ്ടാകും എന്ന കണക്കുകൂട്ടലാണ് BJP കേന്ദ്രങ്ങൾ ഇപ്പോഴുമുള്ളത്. ഏതായാലും ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. അതിശക്തമായ പ്രചരണം, ആറ്റിങ്ങലിന്റെ മുക്കിലും മൂലയിലും എത്തിയ പ്രചരണം, അതിന്റെ പ്രതിഫലനം ഈ പോളിംഗിലും ഉണ്ടായി. തീരദേശം മുതൽ മലയോരം വരെയുള്ള മേഖലകളിൽ, എല്ലാ മേഖലകളിലും തങ്ങൾക്കനുകൂലമായി വോട്ട് വീണു എന്ന് 3 മുന്നണികളും കണക്ക് കൂട്ടുന്നു എന്നതാണ് ആറ്റിങ്ങലിലെ മത്സരത്തെ വ്യത്യസ്തമാക്കുന്നത്. ഏതായാലും 69.36% പോളിംഗ്. CPM ജയിക്കും എന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു. അത് 3 നിയോജക മണ്ഡലങ്ങളിൽ നേടുന്ന മേൽക്കൈ. അതോടൊപ്പം തന്നെ UDF ആ സ്ഥാനാർത്ഥിയുടെ മികവ്, കഴിഞ്ഞ 5 വർഷത്തെ MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് നിഷ്പക്ഷ വോട്ടുകൾ അനുകൂലമായി. ഇതൊക്കെയാണ് UDFന്റെ കണക്ക്. വരുമ്പോഴും 69.39% മാത്രമാണ് എത്തുന്നത്. കഴിഞ്ഞ തവണത്തെ 74-ലേക്ക് ആറ്റിങ്ങൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. യഥാർത്ഥത്തിൽ ജോയി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ കാടടച്ചൊരു വലിയ പ്രചരണം. എങ്ങനെയാണോ അടൂർ പ്രകാശിന് ഒത്ത എതിരാളി തന്നെ, എല്ലാ തരത്തിലും അടൂർ പ്രകാശ് ഏതെല്ലാം തരത്തിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കുമോ അതേ തരത്തിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു വി ജോയ് വന്നപ്പോൾ സ്വാഭാവികമായും വോട്ടിംഗ് ശതമാനം കൂടുമെന്നാണ് പ്രതീക്ഷിച്ചത്. BJP ആണെങ്കിൽ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് തന്നെ വി മുരളീധരനെ തീരുമാനിക്കുകയും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന S സുരേഷിനെ അവിടെ ചുമതല കൊടുക്കുകയും അവിടെ കേന്ദ്രീകരിച്ചുള്ള വലിയ വർക്ക് തുടങ്ങിയതാണ്. പക്ഷേ ഈ വർക്കിന്റെ ഒന്നും ശോഭാ സുരേന്ദ്രന്റെ അത്രയും വോട്ട് നേടാൻ വി മുരളീധരൻ ആയില്ലെങ്കിൽ വലിയ നാണക്കേടായിരിക്കും. വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അത് A ക്ലാസ് മണ്ഡലമായത്. ഒരു കഥ പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ ഒരിടത്ത് മത്സരിക്കും, അത് A ക്ലാസ് മണ്ഡലമാവും. പാലക്കാട് മത്സരിച്ച് A ക്ലാസ് മണ്ഡലം അടുത്ത ആളെ മത്സരിപ്പിച്ചു, അതിനുശേഷം ആറ്റിങ്ങൽ മത്സരിപ്പിച്ചു, അപ്പോൾ അടുത്തത് ആലപ്പുഴയായിരിക്കും. ആലപ്പുഴയിൽ മത്സരിക്കുന്നു.